അഭിവന്ദ്യനായ തിരുമേനി, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണുണ്ടായി. ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രതിപക്ഷ നേതാവിന്റെ സുവിശേഷ പ്രസംഗം തുടരുന്നു. ഞാൻ അഭിവന്ദ്യനായ തിരുമേനി എനിക്ക് തന്ന ഇവാനിയോസ് തിരുമേനിയുടെ പുസ്തകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്തത് പഴയ നിയമത്തിലെ പുറപ്പാട് പുസ്തകത്തിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ളൊരു പദ്ധതി. ആ പദ്ധതി അദ്ദേഹം ചുമതല ഏൽപ്പിച്ചത് മോശ പ്രവാചകനെയാണ്. മോശ പ്രവാചകൻ 80 വയസ്സ് കഴിഞ്ഞ ഒരു ആട്ടിടയനാണ്. അതിനൊരു കഥയുണ്ട്. ഹോരോ പർവ്വതത്തിന്റെ അടുക്കൽ മോശെ ഇങ്ങനെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ കത്തിയെരിഞ്ഞ മുൾപ്പടർപ്പുകൾക്കിടയിൽ കത്തിയെരിഞ്ഞ് തീരാത്ത മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു. കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നാണ് മോശയോട് ദൈവം സംസാരിക്കുന്നത്. നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ മക്കളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്. ആകയാൽ വരിക, എന്റെ ജനമായ ഇസ്രായേലിന്റെ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഫറവോന്റെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും. ഫറവോന്റെ അടുക്കൽ പോകാനും ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുണ്ട് എന്നാണ് മോശെ പ്രവാചകൻ ചോദിക്കുന്നത്. അതിനുള്ള മറുപടി, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ അവരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഈ പർവ്വതത്തിങ്കൽ ദൈവം ആരാധിക്കപ്പെടുമ്പോൾ ഞാൻ നിന്നെ അങ്ങോട്ട് അയച്ചതിനുള്ള അടയാളമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇവാനിയോസ് തിരുമേനിയോട് ദൈവം കൽപ്പിച്ചത് മുൾപ്പടർപ്പിൽ, കത്തുന്ന മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ടാണ് ദൈവം ഇവാനിയോസ് തിരുമേനിയോട് ഈ വലിയൊരു ദൗത്യം ഏൽപ്പിച്ചത്. മോശെ പ്രവാചകനെ പോലെ ഭാരത സഭയുടെ മോശെ പ്രവാചകനാണ് ഇവാനിയോസ് തിരുമേനി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.